നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മാനത്ത് നിറങ്ങൾ വിതറി തൃശൂർ പൂരം വെടിക്കെട്ട്. തൃശൂരിന്റെ ആകാശമേലാപ്പിൽ ശബ്ദവർണ്ണ വിസ്മയങ്ങളുടെ ഇന്ദ്രജാലം പൂത്തുലഞ്ഞു. തൃശൂർ പൂരത്തിന്റെ രാത്രി എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ടോടി. പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം. വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യയിൽ നിന്നും ഷെയ്ഖും കുടുംബവും കനകമലയിലെത്തി. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ CB സുനിത ദേവിയെ MLA KK രാമചന്ദ്രൻ അനുമോദിച്ചു. ചാലക്കുടി നഗരസഭയിൽ സൗജന്യ കലാപരിശീലന പരിപാടികൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. മാനത്ത് നിറങ്ങൾ വിതറി തൃശൂർ പൂരം വെടിക്കെട്ട്. തൃശൂരിൻ്റെ ആകാശമേലാപ്പിൽ ശബ്ദവർണ്ണ വിസ്മയങ്ങളുടെ ഇന്ദ്രജാലം പൂത്തുലഞ്ഞു. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ ഗുണ്ടും കുഴിമിന്നിയും അമിട്ടുമെല്ലാമായി തൃശൂരിൻ്റെ ആകാശത്ത് വിസ്മയം തീർത്തു. പുലർച്ചെ 4:10 തിരുവമ്പാടി വിഭാഗമാണ് ആദ്യ വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. 5 മിനിറ്റോളം നീണ്ടുനിന്ന വെടിക്കെട്ടിന് ശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 5:30 പാറമേക്കാവ് വിഭാഗവും വെടിക്കെട്ട് ആരംഭിച്ചു. ബഹുവർണ്ണ അമിട്ടുകളും ഗുണ്ടുകളും കുഴിമിന്നിയും വെടിക്കെട്ടിന് വർണ്ണശോഭ നൽകി. വർണ്ണവിസ്മയങ്ങൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയ കുടകളും മാലകളും പൂരപ്രേമികളെ ആവേശത്തിലാക്കി. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വരാജ് റൗണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രീൻ സോണായി രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ആയിരങ്ങൾ വെടിക്കെട്ട് ആസ്വദിച്ചു. തൃശൂർ പൂരത്തിൻ്റെ രാത്രി എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ടോടി. ഊട്ടോളി രാമൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. സ്വരാജ് റൗണ്ടിൽ നിന്നും MG റോഡിലേക്കുള്ള വഴിയാണ് ആന വിരണ്ടോടിയത്. ഉടൻ സ്ഥലത്തെത്തിയ എലഫന്റ് സ്ക്വാഡ് ആനയെ നിയന്ത്രണ വിധേയമാക്കി. റവന്യൂ മന്ത്രി K രാജൻ കൺട്രോൾ റൂമിൽ ഇരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആന വിരണ്ടോടിയതിനെ തുടർന്നുണ്ടായ തിരക്കിൽ 42 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 4 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലും 38 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ നൽകി. ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന റവന്യൂ മന്ത്രി K രാജൻ എന്നിവർ സന്ദർശിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം. വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യയിൽ നിന്നും ഷെയ്ഖും കുടുംബവും കനകമലയിലെത്തി. കനകമല വട്ടേക്കാട് സ്വദേശി ചുള്ളി ജോജുവിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ടാണ് സൗദി അറേബ്യയിലെ അൽക്കോബാറിലെ രാജകുടുംബത്തിൽപ്പെട്ട അബ്ദുൾ റഹ്മാൻ അൽ ദൊസാരിയും ഭാര്യ ഹമീദ യൂസുഫും എത്തിയത്. 32 വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ജോജുവിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അബ്ദുൾ റഹ്മാൻ ദൊസാരി. ജോജു ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയിട്ടും സൗഹൃദം ഇവർ കൈവിട്ടിരുന്നില്ല. അതിനിടയിലാണ് ജോജുവിൻ്റെ മകൻ ബിൻജോയുടെ വിവാഹമായത്. 30 കൊല്ലത്തോളമായി സൗദി അറേബ്യയിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ആൾ കല്യാണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആൾ വന്നതാണ്. ആൾ വന്നിട്ട് 4-5 ദിവസമായി വീട്ടിലുണ്ട്. ആൾ വളരെ ഭംഗിയായിട്ട് നമ്മളോട് സഹകരിച്ച് ശരിക്കും ഒരു സഹോദരനെ പോലെയും ചേട്ടനെ പോലെയും ആണ് അയാൾ സഹകരിച്ചത്. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ജോജുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു ഷെയ്ഖും കുടുംബവും. കനകമല സെൻ്റ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലായിരുന്നു വിവാഹം. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി നിത്യയാണ് വധു. പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 4ാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ CB സുനിത ദേവിയെ MLA KK രാമചന്ദ്രൻ അനുമോദിച്ചു. മെയ് 3-4 തീയതികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നടന്ന മത്സരങ്ങളിൽ
വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മത്സരത്തിൽ 64 കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ 63 കിലോ വിഭാഗത്തിലുമാണ് സുനിത മത്സരിച്ചത്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 77.5 കിലോഗ്രാമും പവർ ലിഫ്റ്റിംഗിൽ ആകെ 242.5 കിലോഗ്രാമും ഉയർത്തിയാണ് ഇരുവിഭാഗത്തിലും സ്വർണം നേടിയത്. ഇനി ജൂലൈ മാസത്തിൽ കൊല്ലത്ത് നടക്കുന്ന സൗത്ത് ഇന്ത്യൻ മത്സരങ്ങളിലും ഒക്ടോബർ മാസത്തിൽ ബംഗളൂരുവിൽ നടക്കുന്ന ഏഷ്യൻ മത്സരങ്ങളിലും ഇരുവിഭാഗങ്ങളിലും സുനിത മാറ്റുരയ്ക്കും. മറ്റത്തൂർ മന്ദിരപ്പള്ളി വട്ടേക്കാട്ടുപറമ്പിൽ രാജേഷിൻ്റെ ഭാര്യയും ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ സുനിതയെ കെ രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. സാരപക്ഷം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ OK അബ്ദുൽ ഖാദർ PM കുട്ടൻ അനുസ്മരണം നടത്തുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച തിരിഞ്ഞ് 3:30 നടത്തുന്ന സമ്മേളനം വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്യും. കൊരട്ടി വളപ്പി അന്നം ടവറിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാധ്യമ സംവാദകൻ NM പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ TP സുധീർ, CK വേലായുധൻ മാസ്റ്റർ, EP പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 11 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 കൊരട്ടി വളപ്പി എന്ന ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടി കേരള നിയമസഭയിലെ വേറിട്ട ഒരു ബ്ലോക്കിൻ്റെ പ്രതിനിധിയായ KK രമ MLA ഉദ്ഘാടനം ചെയ്യും. മാധ്യമ രംഗത്തെ പ്രമുഖ സംവാദകനായിട്ടുള്ള ശ്രീ NM പിയേഴ്സൺ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. TP സുധീർ അധ്യക്ഷനായിട്ടുള്ള പരിപാടിയിൽ വിവിധ കക്ഷി നേതാക്കളായ ലീലാ സുബ്രഹ്മണ്യൻ, TN സന്തോഷ്, അബ്ദുൾ മജീദ്, PJ മോൻസി, ജോയ് ഗോകുലൻ, അഡ്വക്കേറ്റ് AV ഷാജഹാൻ, വർഗീസ് കണ്ടമർത്തി, KP ഗോവിന്ദൻ, ജോർജ് B ഐരിക്കൽ, അഡ്വക്കേറ്റ് സണ്ണി ഗോകുലൻ, CP സജീവൻ, ഷിബു മുനേരി, ജോസ് നാൽപ്പാട്ട്, വിനീഷ് കുമാരൻ. ചാലക്കുടി നഗരസഭയിൽ സൗജന്യ കലാപരിശീലന പരിപാടികൾക്ക് തുടക്കം. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചേർന്നൊരുക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിൻ്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു. നഗരസഭാതല ഉദ്ഘാടനം ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MM അനിൽകുമാർ, പ്രീതി ബാബു, ദീപു ദിനേശ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ ചെയർപേഴ്സൺ ആലിസ് ഷിബു, സെക്രട്ടറി K പ്രമോദ്, വജ്ര ജൂബിലി ഫെലോഷിപ്പ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സുബീഷ് ES, പരിശീലക ഋതിക രാജു എന്നിവർ പ്രസംഗിച്ചു. വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി തുള്ളൽ, പെയിൻറ്റിംഗ്, ചുവർ ചിത്രകല, മദ്ദളം എന്നീ വിഭാഗങ്ങളിലേക്കാണ് സൗജന്യ പരിശീലനം നൽകുക. ഇതിനുള്ള പ്രവേശനം ആരംഭിച്ചു. ഋതിക രാജു, ആൽഫി വിൽസൺ, ജിതിൻ ചന്ദ്രൻ, നീലകണ്ഠൻ എന്നിവരാണ് മുഖ്യ കലാപരിശീലകർ. പ്രായഭേദമന്യേ ആർക്കും ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനത്തിന് ചേരാം. ശനി, ഞായർ ദിവസങ്ങളിലായി കൊട്ടാറ്റ് സ്കൂൾ, ഉറുമ്പൻകുന്ന് കമ്മ്യൂണിറ്റി ഹാൾ, പോട്ട സ്കൂൾ, ഈസ്റ്റ് സ്കൂൾ, കൂടപ്പുഴ അജന്ത ക്ലബ്ബ്, വിആർപുരം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായാണ് പരിശീലനം നടക്കുക. ഈ വർഷത്തെ വജ്ര ജൂബിലി ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊക്കെ മികച്ച രീതിയിൽ നമ്മുടെ നഗരസഭാതിർത്തിയിലെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ വിവിധ പരിശീലന പരിപാടികളൊക്കെ ഏറ്റവും നന്നായി സംഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെ വിവിധ പരിശീലനങ്ങളിലൂടെ മികച്ച പ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കുന്നതിന് ഒരുപക്ഷെ മറ്റ് തലങ്ങളിലൊക്കെ പരിശീലനത്തിന് പ്രയാസമുണ്ടാകുന്നവർക്ക് പോലും ഒരു അവസരമാക്കി മാറ്റുന്നതിന് കൊരട്ടി അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കേന്ദ്ര നിർവാഹക സമിതിയും ആലുവ സർക്കാർ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും കൊരട്ടി നീതി ലാബിൻ്റെയും സഹകരണത്തോടെ സൗജന്യ രക്തനിർണയ ക്യാമ്പും രക്തദാന ക്യാമ്പും നടത്തുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 10 രാവിലെ 9:30 മുതൽ 12:30 വരെ നടത്തുന്ന പരിപാടി ദേവാലയത്തിലെ തണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പഞ്ചായത്ത് ജോയിൻറ്റ് ഡയറക്ടർ PS ടിംബിൾ മാഗി ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ബിജു തട്ടാരശ്ശേരി അധ്യക്ഷത വഹിക്കും. ചാലക്കുടി DYSP K സുമേഷ് മുഖ്യാതിഥിയായിരിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9497431937. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സോണി പാണ്ടിപ്പിള്ളി, മെറീറ്റ സെബാസ്റ്റ്യൻ, ഷിജു പള്ളിപ്പറമ്പിൽ, ലില്ലി ദേവസി, അലക്സ് മാവുങ്കൽ,
റോസ്മിൻ റോജിൻ, സനൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ അമൃതമാത ദേവാലയത്തിന്റെ കേന്ദ്ര നിർവാഹക സമിതിയും ആലുവ ജില്ലാ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് നമ്പർ 590 നീതി ലാഭവുമായിട്ട് സഹകരിച്ചിട്ട് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടവകയായ കൊരട്ടിയിലെ പ്രസിദ്ധമായ അന്തോണീസിന്റെ ദേവാലയത്തിൽ ഇങ്ങനെ ഒരു വലിയ സംരംഭം ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമൃതോത്ഭവ മാതാ ദേവാലയം കേന്ദ്ര നിർവാഹക സമിതിയും ആലുവ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് നമ്പർ 590 നീതി ലാഭവുമായി സഹകരിച്ച് സൗജന്യ രക്തനിർണയ ക്യാമ്പ്. കലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കോട് വട്ടക്കൊട്ടായി സ്വദേശി കണ്ണമ്പടത്തി വീട്ടിൽ 67 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ വഴിയാത്രക്കാരാണ് കാനയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വർഗീസ് വീട്ടിൽ നിന്നും പോയതാണെന്ന് പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,075 രൂപ, പവന് 72,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനത്ത് നിറങ്ങൾ വിതറി തൃശൂർ പൂരം വെടിക്കെട്ട്. തൃശൂരിന്റെ ആകാശമേലാപ്പിൽ ശബ്ദവർണ്ണ വിസ്മയങ്ങളുടെ ഇന്ദ്രജാലം ഒത്തുലഞ്ഞു. തൃശൂർ പൂരത്തിന്റെ രാത്രി എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ടോടി. പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം. വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യയിൽ നിന്നും ഷെയ്ഖും കുടുംബവും കനകമലയിലെത്തി. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ CB സുനിത ദേവിയെ MLA KK രാമചന്ദ്രൻ അനുമോദിച്ചു. ചാലക്കുടി നഗരസഭയിൽ സൗജന്യ കലാപരിശീലന പരിപാടികൾക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.